അപ്പൊ നമുക്ക് വി എസ് രഞ്ജിത്തിലേക്ക് പോകാം. വി എസ് രഞ്ജിത്ത്, വടകര ആയഞ്ചേരി, വടകരക്കാരൻ വോട്ട് ചെയ്യാൻ വരുന്നുണ്ട്. വടകര ആയഞ്ചേരി, പ്രഫുൽ കൃഷ്ണ ഒരു അധ്യാപകൻ കൂടിയാണ്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനെ നേരിടാൻ 2 MLA മാരാണ് നിൽക്കുന്നത്. ഒന്ന് പാലക്കാടിന്റെ MLA, ഒന്ന് മട്ടന്നൂരിന്റെ MLA. 2 MLA മാരോട് ഏറ്റുമുട്ടുന്ന പ്രഫുൽ കൃഷ്ണ യുവ വോട്ടുകൾ കൂടുതലായി സമാഹരിക്കുമോ? വടകരയിൽ എന്ത് മാറ്റമാകും പ്രഫുൽ ഇറങ്ങുമ്പോൾ? സ്വന്തം നാട്ടിൽ സ്വാധീനമൊക്കെ ഉണ്ടോ പ്രഫുൽ കൃഷ്ണയ്ക്ക്? എന്താണ് BJP ക്യാമ്പിന്റെ പ്രതീക്ഷകൾ? സുജയ, ഈ BJP അവിടെ ശക്തി തെളിയിക്കുക അല്ലെങ്കിൽ BJP ജയിച്ചു കയറുക എന്നതിനേക്കാൾ BJP അവരുടെ വോട്ടുകൾ, ഈ വലതുപക്ഷ ഹിന്ദു വോട്ടുകൾ എത്രത്തോളം സ്വന്തം പെട്ടിയിലാക്കും എന്നുള്ളത് മറ്റ് സ്ഥാനാർത്ഥികളുടെ വിജയത്തെ വളരെ നിർണായകമായി ബാധിക്കുന്നൊരു ഘടകമാണ്. ഒരൊറ്റ ഉദാഹരണം പറയാം. 2004 KP ശ്രീശൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 80,000 വോട്ടാണ്. അതേ KP ശ്രീശൻ 2009 മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 40,000 വോട്ടാണ്. അന്ന് അവിടെ ജയിച്ചു കയറിയത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. എന്ന് പറഞ്ഞാൽ മുല്ലപ്പള്ളിക്ക് കിട്ടിയ 4 ലക്ഷത്തിൽ പരം വോട്ടുകളിൽ ഈ പറയുന്ന KP ശ്രീശന് 2004 കിട്ടിയ വോട്ടുകളുണ്ട്. അതുപോലെ തന്നെ അവിടെ നിർണായകമായ മറ്റൊരു വോട്ട് STPI പോലുള്ള തീവ്ര മുസ്ലിം സംഘടനകളുടെ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ വോട്ടുകളുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞ തവണ കിട്ടിയതും മുരളീധരനാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹമീദ് മാസ്റ്റർ STPIക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 15,000 വോട്ട് കിട്ടി. മുസ്തഫ കൊമേരി മത്സരിച്ചപ്പോൾ കിട്ടിയത് 5,000 വോട്ടാണ്. ആ 10,000 വോട്ട് കിട്ടിയത് മുരളീധരനാണ്. അപ്പോൾ വടകരയുടെ വിധി നിർണ്ണയിക്കുന്നതിൽ 2 പ്രധാനപ്പെട്ട വോട്ടുകളുണ്ട്. ഒന്ന് BJP വോട്ടുകൾ, BJPക്ക് കിട്ടേണ്ട വലതുപക്ഷ ഹിന്ദു വോട്ടുകൾ, മറ്റൊന്ന് മുസ്ലിം വോട്ടുകൾ. ഇത് ഇത്തവണ ആര് പിടിക്കും? BJP വോട്ടുകൾ ഇത്തവണ BJPക്ക് തന്നെ കിട്ടാനാണ് സാധ്യത. കാരണം ഷാഫി പറമ്പിൽ വരുന്നതോടുകൂടി ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യാൻ അവിടുത്തെ ഹിന്ദു വലതുപക്ഷ വോട്ടർമാർ തയ്യാറാവില്ല. അപ്പോൾ കൃത്യമായി അവർക്ക് ചെയ്യാൻ സാധിക്കുക സ്വന്തം പെട്ടിയിലേക്ക് വോട്ടിടുക എന്നുള്ളതാണ്. പ്രഫുൽ കൃഷ്ണന് തന്നെ ആ വോട്ട് പൂർണ്ണമായും പിടിക്കാൻ സാധിക്കും. ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വോട്ടുകൾ പ്രഫുൽ കൃഷ്ണ ഇത്തവണ പിടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് സ്വാധീനിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഷാഫി പറമ്പിലിനെ ആയിരിക്കും. പക്ഷേ ഷാഫിയെ അത് വേണ്ടത്ര, ഷാഫിയുടെ പരാജയത്തിലേക്കൊന്നും അത് പോകില്ല. കാരണം ഷാഫി പറമ്പിലിൻ്റെ മതം, സമുദായം എന്ന് പറയുന്നത് അവിടെ വളരെ നിർണായകമാണ്. നേരത്തെ സൂചിയ 30% എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 35%-ലധികം മുസ്ലിം വോട്ടുകളുള്ള തലശ്ശേരിയിലും കൂത്തുപറമ്പിലും നാദാപുരത്തും കുറ്റ്യാടിയിലും കൊയിലാണ്ടിയിലും ഒക്കെയായി 39%-ഓളം മുസ്ലിം വോട്ടുകളുള്ള വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ പേരിന് തന്നെ വോട്ടുണ്ട്. അതുപോലെ RMPയുടെ വോട്ടുണ്ട്. ഈ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് K മുരളീധരന് പകരമായി ഷാഫി പറമ്പിലിനെ, പാലക്കാട് പോലെ അങ്ങനെ ഉറച്ച സീറ്റൊന്നുമില്ല, പാലക്കാട് വേണമെങ്കിൽ അവിടെ ഒരു വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവുന്ന മണ്ഡലം, അത്തരം ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു MLA വടകരയിലേക്ക് കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും ഈ മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഒപ്പം തന്നെ ഈ പറയുന്ന KK ശൈലജയുടെ പ്രതിച്ഛായയുടെ ഏറ്റുമുട്ടി നിൽക്കാൻ സാധിക്കുന്ന ഒരു യുവരക്തത്തിൽ ഒരാളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യം കൂടി UDFനുണ്ട്. ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ വടകരയിൽ നിൽക്കുക എന്ന് പറയുന്നത് വടകര മാത്രം ജയിക്കാനല്ല, കോഴിക്കോട് ജയിക്കാനും കണ്ണൂർ ജയിക്കാനും ഒക്കെ ഷാഫി പറമ്പിലിൻ്റെ ഒരു പേര് വടകരയിൽ അവർക്ക് ആവശ്യമുണ്ട്. അത് മുസ്ലിം ലീഗിന് വലിയ ആവേശം ഉണ്ടാക്കുന്നുണ്ട്. STPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വോട്ടുകളിൽ ഇളക്കമുണ്ടാക്കാൻ സാധിക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മുസ്ലിം വോട്ടുകൾ ഷാഫി പറമ്പിലിന് കിട്ടും. പക്ഷേ അവിടെ BJP വോട്ടുകൾ ഇത്തവണ പഴയ പോലെ UDFിലേക്ക് പോകാൻ സാധ്യതയില്ല. അവർ പ്രഫുൽ കൃഷ്ണന് തന്നെ വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. കാരണം BJP വലതുപക്ഷ വോട്ടുകൾക്ക് ഇത്തവണ ചെയ്യാൻ സാധിക്കുന്ന ഏക സ്ഥാനാർത്ഥി അവരുടെ പ്രഫുൽ കൃഷ്ണൻ തന്നെയാണ്. പ്രഫുലാണെങ്കിൽ അത്തരത്തിലൊരു യുവ സ്ഥാനാർത്ഥി, ആ മണ്ഡലത്തിലാളെന്ന രീതിയിലുള്ള ഒരു സ്വാധീനവും അവിടെയുണ്ട്.